കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നാണ് റിപ്പോർട്ട്. സനോജ് ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലുള്ളത്? തീർച്ചയായിട്ടും ഷമ്മി, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്തെ ആകാശപാതയ്ക്ക് കീഴിലാണ്. ഈ ആകാശപാത ഇപ്പോൾ പൊളിച്ചു നീക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. പാലക്കാട് IITയും ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്ററും സംയുക്തമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ്. ഈ ബലപരിശോധനയിൽ അടിസ്ഥാന തൂണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ പൊളിച്ചു നീക്കണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കോട്ടയത്തെ തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും ഇല്ലായെങ്കിൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഈ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഇവിടെ ജനപ്രതിനിധിയും മന്ത്രിയുമൊക്കെ ആയിരുന്നു, ഇപ്പോൾ MLAയുമായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് ഇവിടെ ഈ ആകാശപാത പണി കഴിച്ചത്. എന്നാൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ വേണ്ട സ്ഥലമേറ്റെടുപ്പോ മറ്റ് നടപടിക്രമങ്ങളോ ഒന്നും നടത്താതെ പ്രാഥമികമായി തുടക്കത്തിൽ തന്നെ ഇതിന് തൂണുകൾ നാട്ടി ഈ മേൽക്കൂരയിൽ ഇത്തരത്തിൽ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രക്ചർ നിർമ്മിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെടൽ നടത്തിയത്. മാത്രമല്ല, ഈ പാതയുടെ ആരംഭത്തിൽ ഈ പാതയുടെ മുകളിലേക്ക് കയറുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു സ്വകാര്യ ഭൂമിയാണ്. മറുവശത്താണെങ്കിൽ ഇത് ഇറങ്ങുന്ന ഇടത്ത് അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമിയാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വകുപ്പ് കൂടിയാണ്. അവരുടെ ഭൂമിയിലേക്കാണ് ഇത് ഇറങ്ങേണ്ടത്. ഇങ്ങനെ ഈ ഒരു സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും മറുവശത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമിയും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിലാണ് ഈ തൂണുകൾ നാട്ടിക്കൊണ്ട് ഈ ഇരുമ്പ് ദണ്ടുകൾ ഇവിടെ ഈ ഒരു സ്മാരകം പോലെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. കോട്ടയത്തിന് തന്നെയല്ല, ഈ നാടിന് തന്നെ നാണക്കേടായി ഇതൊരു ദുരന്ത സ്മാരകം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാലപ്പഴക്കം മൂലം ഇതിൻ്റെ തൂണുകളൊക്കെ തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. ഏത് സമയവും നിലംപതിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് പല ആളുകളും, ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് സർക്കാർ പ്രതികാര രാഷ്ട്രീയം തീർക്കുകയാണ് എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പതിവ് ശൈലി എന്ന നിലയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMൻ്റെ ഈ കാര്യത്തിലെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള K അനിൽകുമാർ കൂടി ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും ആകാശപാത കാലപ്പഴക്കം മൂലം തുരുമ്പെടുത്ത ഈ ആകാശപാത ഒരു ദുരന്തം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഇത് അടിയന്തരമായി പൊളിച്ചു നീക്കേണ്ടതുണ്ട്. ഇതിൻ്റെ തൂണുകൾ ഒഴികെ മറ്റിടങ്ങൾക്കൊന്നും കാര്യമായ ബലമില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ പാകപ്പിഴവ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ തൂണുകളൊക്കെ വിവിധ പ്രദേശങ്ങളിലേക്ക് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ മുകളിലെ സ്ട്രക്ചറുകൾ പോകുന്ന ഭാഗങ്ങളിൽ ഈ സ്ട്രക്ചറിൽ ഒരു ഭാഗത്തെ ആ തൂണിൻ്റെ മുകളിലൂടെയല്ല ഇതിൻ്റെ സ്ട്രക്ചർ പോയിട്ടുള്ളത്. കാരണം ആ നിർമ്മാണ പ്രവർത്തനത്തിലെ പിഴവ് മൂലം മറ്റൊരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയതുപോലെയാണ് ഇത് ആ തൂൺ ഭാഗത്ത് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഇതിനുണ്ട് എന്നുള്ളതും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ അപകട സാധ്യതയുണ്ട്. മാത്രമല്ല, തൂണുകൾ കാലപ്പഴക്കം മൂലം തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. നിലവിൽ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് റിപ്പോർട്ട് തരിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ പഠനത്തിനായി നിയോഗിച്ചത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു തടസ്സവാദ ഹർജി ഉന്നയിച്ചുകൊണ്ട് തിരുവഞ്ചൂരും കക്ഷി ചേർന്നിട്ടുണ്ട്. തൻ്റെ കൂടി വാദം കേൾക്കണമെന്നുള്ളതാണ് തിരുവഞ്ചൂരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതൊക്കെ ഇങ്ങനെ കോടതി നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഷമ്മി, സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.